പശ്ചിമ ബംഗാളിലെ ബിഷ്ണുപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും ശക്തമായി വിമർശിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാതിരിക്കാൻ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ആസൂത്രിതമായ രാഷ്ട്രീയ ധാരണ നടന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തെയാണ് ഈ രണ്ടു പാർട്ടികളും തടഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ അവസരം ലഭിക്കണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ വ്യക്തമായ നിലപാടാണെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് കൂടുതൽ ശക്തമാക്കാതെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനാലാണ് സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിച്ചതെന്നും എന്നാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തടഞ്ഞുവെന്നും അദ്ദേഹം ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തെ സ്വന്തം പാർട്ടിയുടെ താൽപര്യത്തിനാണ് മുൻഗണന നൽകിയതെന്ന് മോദി ആരോപിച്ചു. കൂടുതൽ സ്ത്രീകൾ MLA-മാരും MP-മാരുമായി ഉയർന്നു വരുന്നതിലൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കുറയുമെന്ന ഭയമാണ് പാർട്ടിയെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസുമായി ചേർന്ന് വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പാസ്സാകാതിരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ബംഗാളിലെ അമ്മമാരും സഹോദരിമാരും വർഷങ്ങളായി 33% സംവരണം ആവശ്യപ്പെടുകയാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ ശബ്ദം ലഭിക്കണം. തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ അവർ എത്തണമെന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രം അതിനായി നിയമം കൊണ്ടുവന്നു. 2029 മുതൽ ഈ സംവരണം പ്രാബല്യത്തിൽ വരണമെന്നാണ് സ്ത്രീകൾ ആഗ്രഹിച്ചത്. എന്നാൽ തൃണമൂലും കോൺഗ്രസും ചേർന്ന് അത് തടഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക പുരോഗതി എന്നിവയിൽ BJP സർക്കാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സ്ത്രീ ശാക്തീകരണമാണ് BJPയുടെ പ്രധാന നയമെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ സ്ത്രീകൾ പാർട്ടിക്ക് സ്ഥിരമായി പിന്തുണ നൽകുന്നുവെന്നും മോദി പറഞ്ഞു. വീടുകൾ, ശൌചാലയങ്ങൾ, പാചകവാതകം, ബാങ്ക് അക്കൗണ്ടുകൾ, സൗജന്യ റേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് BJP സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമബംഗാളിലെ സ്ത്രീകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും തൃണമൂൽ സർക്കാരിന്റെ അഴിമതി കാരണം ലഭിക്കുന്നില്ലെന്ന് മോദി ആരോപിച്ചു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ധനസഹായം ഇടനിലക്കാരുടെയും തൃണമൂൽ നേതാക്കളുടെയും കൈകളിൽ അവസാനിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ സംസ്ഥാനത്ത് BJP സർക്കാർ വന്നാൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേരിട്ട് അവരുടെ കൈകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ബംഗാളിൽ BJP സർക്കാർ വന്നാൽ ദരിദ്ര സ്ത്രീകൾക്ക് സൗജന്യ റേഷൻ ഉറപ്പായും ലഭിക്കും. അവരുടെ അവകാശങ്ങൾ ആരും തട്ടിയെടുക്കില്ല. വീടിനുള്ളിൽ ധനസഹായം, പെൻഷൻ, ആരോഗ്യ പരിരക്ഷ, സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സഹായം എന്നിവ നേരിട്ടെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ മോദി തൃണമൂൽ കോൺഗ്രസിനെതിരെ കൂടുതൽ ആരോപണങ്ങളും ഉന്നയിച്ചു. സംസ്ഥാനത്ത് നിയമവും ക്രമവും തകരാറിലാണെന്നും രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് തൃണമൂൽ വളർത്തിയെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ നേതാക്കളെയും പ്രവർത്തകരെയും പരാമർശിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ പോലീസിന് കീഴടങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. പശ്ചിമബംഗാളിലേക്ക് അനധികൃത നുഴഞ്ഞുകയറ്റം നടത്തുന്നുവെന്നും അതിനെ തടയേണ്ടതിന് പകരം തൃണമൂൽ സർക്കാർ അതിന് പ്രോത്സാഹനം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് തൃണമൂൽ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഭാവി, സുരക്ഷ, സാമൂഹിക സമത്വം എന്നിവയേക്കാൾ വോട്ട് നേടുക എന്നതാണ് തൃണമൂലിന്റെ പ്രധാന ലക്ഷ്യമെന്നും മോദി ആരോപിച്ചു. കുർമി സമുദായത്തെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളെയും തൃണമൂൽ അവഗണിച്ചുവെന്നും മോദി വിമർശിച്ചു. വർഷങ്ങളായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ കേൾക്കുന്നില്ലെന്നും എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ആദിവാസി സമൂഹത്തോടും തൃണമൂൽ നീതി പുലർത്തിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് ആദിവാസി വനിതയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. ജനങ്ങൾ ഇപ്പോൾ തൃണമൂലിന്റെ ഭരണത്തിൽ നിന്ന് മടുത്തിരിക്കുകയാണെന്നും സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവർ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് നിർണായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച വിവാദവും പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന വിഷയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.